കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 10 തിങ്കളാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സൗദിയിലെ മക്കയിൽ ചേർന്ന GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുടെ 163ാമത് യോഗത്തിൽ പങ്കെടുത്ത് ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൾ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി, കുവൈറ്റ് വിദേശകാര്യമന്ത്രിയും GCC മന്ത്രിതല സമിതി ചെയർമാനുമായ അബ്ദുള്ള അൽ യഹിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത്. പലസ്തീനികളെ അവരുടെ രാജ്യത്തു നിന്ന് കുടിയിറക്കാനുള്ള ഏതൊരു ശ്രമത്തെയും ഭീഷണിയെയും തള്ളിക്കളയുന്നുവെന്ന നിലപാട് ആവർത്തിച്ചാണ് ഗൾഫ് സഹകരണ കൗൺസിൽ മന്ത്രിതല യോഗം അവസാനിച്ചത്. മാർച്ച് 4 കെയ്റോയിൽ നടന്ന അസാധാരണ അറബ് ഉച്ചകോടിയുടെ ഫലങ്ങളെ മന്ത്രിതല സമിതി പ്രശംസിച്ചു. പലസ്തീൻ ജനതയ്ക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ലംഘനങ്ങൾ അവരുടെ വ്യക്തിത്വത്തിനും അവകാശങ്ങൾക്കും വ്യക്തമായ ഭീഷണിയാണെന്ന് അറബ് ഗൾഫ് സഹകരണ കൗൺസിൽ സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവി പറഞ്ഞു. മന്ത്രിതല സാങ്കേതിക സമിതികളും ജനറൽ സെക്രട്ടേറിയറ്റും സമർപ്പിച്ച മെമ്മോറാണ്ടങ്ങളും റിപ്പോർട്ടുകളും മേഖലയിൽ നടക്കുന്ന ഏറ്റവും പുതിയ പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങളും GCC രാജ്യങ്ങളും ആഗോള രാജ്യങ്ങളും തമ്മിലുള്ള സംഭാഷണങ്ങളും ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. പൂർണ്ണമായും രാജ്യത്ത് നിർമ്മിച്ച ആദ്യ ഉപഗ്രഹമായ അൽ-മുൻദിർ ബുധനാഴ്ച വിക്ഷേപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബഹ്റൈൻ അധികൃതർ. ട്രാൻസ്പോർട്ടർ 13ന്റെ ഭാഗമായ ഉപഗ്രഹം രാവിലെ 9:39 വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. എന്നാൽ കാലാവസ്ഥ, പ്രതികൂല അന്തരീക്ഷം തുടങ്ങി പ്രതിസന്ധികൾ ഉണ്ടാവുന്ന പക്ഷം വിക്ഷേപണം മാറ്റിവയ്ക്കാനും സാധ്യതയുണ്ട്. കാലിഫോർണിയയിലെ അമേരിക്കൻ വാണ്ടൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്ന് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റാണ് അൽ-മുൻദിറിനെ വഹിച്ച് കുതിച്ചുയരുക. ടേക്ക് ഓഫിൽ തുടങ്ങി 3 ഘട്ടങ്ങളാണ് വിക്ഷേപണത്തിനുള്ളത്. രാജ്യത്തെ കാലാവസ്ഥ, പരിസ്ഥിതി, കര, കടൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും ഡാറ്റകളും വിശകലനം ചെയ്യാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയാണ് ഉപഗ്രഹം നിർമ്മിച്ചത്. ചിത്രങ്ങൾ പകർത്താൻ റെസല്യൂഷൻ ക്യാമറകൾ ഉപഗ്രഹത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. വായുവിന്റെ ഗുണനിലവാരം, അന്തരീക്ഷത്തിലെ എണ്ണച്ചോർച്ച, മേഘങ്ങളുടെ ചലനം എന്നിവയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ അൽ-മുൻദിർ ശേഖരിക്കുമെന്നും ഇത് കാലാവസ്ഥാ നിർണ്ണയത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രധാന ഹേതുവാകുമെന്നും നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി അധികൃതർ അറിയിച്ചിരുന്നു. ബഹ്റൈൻ പ്രതിഭ റിഫ മേഖല വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് വാക്കരങ്ങ് എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. പ്രതിഭ റിഫ മേഖല കമ്മിറ്റി നടത്തിവരുന്ന അരങ്ങ് 2K25 എന്ന കലാകായിക വിജ്ഞാന പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നടത്തിയത്. സ്ത്രീ സ്വാതന്ത്ര്യവും മാധ്യമ സ്വാധീനവും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകയായ രാജി ഉണ്ണികൃഷ്ണൻ പ്രഭാഷണം നടത്തി. പ്രവാസവും മാനസിക സമ്മർദ്ദവും എന്ന വിഷയം കൈകാര്യം ചെയ്ത് അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെന്റ് യൂണിറ്റ് ഹെഡായും സൈക്യാട്രി ഡിപ്പാർട്ട്മെന്റിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായും പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫെബ പേഴ്സി പോൾ ആയിരുന്നു. നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പരിപാടിക്ക് വനിതാവേദി റിഫ മേഖല കൺവീനർ സരിത മേലത്ത് സ്വാഗതം പറയുകയും അരങ്ങ് 2K25ന്റെ പ്രോഗ്രാം കൺവീനറും മേഖലാ ജോയിന്റ് സെക്രട്ടറിയുമായ രഞ്ജു ഹരീഷ് അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. പ്രതിഭ വനിതാവേദി സെക്രട്ടറി റീഗ പ്രദീപ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അരങ്ങ് 2K25ന്റെ ചെയർപേഴ്സണും പ്രതിഭ രക്ഷാധികാരി സമിതി അംഗവുമായ ഷീബ രാജീവൻ പരിപാടിക്ക് ആശംസകൾ നേർന്നു. മേഖലാ വനിതാവേദി എക്സിക്യൂട്ടീവ് അംഗം രമ്യ മഹേഷ് പരിപാടിയുടെ മോഡറേറ്ററായിരുന്നു. മേഖലാ വനിതാവേദി ജോയിന്റ് കൺവീനർ അഫ്സില അൻവർ നന്ദി പറഞ്ഞു. സെമിനാറിന് ശേഷം വനിതാവേദി പ്രവർത്തകരുടെ ഗാനാലാപനവും ഉണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലക്കാരുടെ ബഹ്റൈനിലെ കൂട്ടായ്മയായ വോയിസ് ഓഫ് ആലപ്പിയുടെ വനിതാ വിഭാഗം എക്സിക്യൂട്ടീവ് കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചു. രശ്മി അനൂപ് ചീഫ് കോർഡിനേറ്ററായും ആശ സെഹറ, ശൈലജ അനിയൻ എന്നിവർ കോർഡിനേറ്റർമാരായും തുടരും. ബാഹിറ അനസ്, ആതിര ധനേഷ്, നന്ദന പ്രസാദ്, വീണ വൈശാഖ്, അശ്വിനി സജിത്, ജീസ ജെയിംസ്, അശ്വതി പ്രവീൺ, നിസി ശരത് എന്നിവരാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ. വോയിസ് ഓഫ് ആലപ്പി പ്രസിഡന്റ് അധ്യക്ഷനായ യോഗത്തിൽ വനിതാ വിഭാഗത്തിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി സ്വാഗതം പറഞ്ഞു. ട്രഷറർ ബോണി മുളപ്പാമ്പള്ളിൽ, വൈസ് പ്രസിഡന്റ് അനൂപ് ശശികുമാർ എന്നിവർ ആശംസകൾ നേർന്നു. വനിതാ വിഭാഗം എക്സിക്യൂട്ടീവ് അംഗം നന്ദന പ്രസാദ് നന്ദി പറഞ്ഞു. കൊല്ലം പ്രവാസി അസോസിയേഷൻ വനിതാ വിഭാഗമായ പ്രവാസി ശ്രീയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനം സമുചിതമായി ആഘോഷിച്ചു. ട്യൂബ്ലി KP ആസ്ഥാനത്ത് വച്ച് നടന്ന ആഘോഷ പരിപാടികൾ KPA പ്രസിഡന്റ് അനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് ഹെഡ് പ്രദീപ അനിൽ അധ്യക്ഷയായിരുന്ന ചടങ്ങിന് സുമി ഷമീർ സ്വാഗതവും അഞ്ജലി രാജ് നന്ദിയും പറഞ്ഞു. KPA സെക്രട്ടറി അനിൽകുമാർ, വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ്, ട്രഷറർ മനോജ് ജമാൽ, പ്രവാസി ശ്രീ കൺവീനർമാരായ കിഷോർ കുമാർ, രഞ്ജിത്ത് R പിള്ളൈ, യൂണിറ്റ് ഹെഡ് ഷാമില
ഇസ്മയിൽ എന്നിവർ ആശംസകൾ അറിയിച്ചു. തുടർന്ന് പ്രവാസി സ്ത്രീ യൂണിറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ വനിതാ ദിനത്തിന്റെ ഭാഗമായി കേക്ക് കട്ടിംഗ് നടന്നു. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ഭാരതീയ അസോസിയേഷനുമായി സഹകരിച്ച് ബഹ്റൈൻ ഇന്ത്യൻ ക്ലബ്ബ് സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. വിശിഷ്ടാതിഥികൾ, വിവിധ അസോസിയേഷനുകളുടെ പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, മറ്റതിഥികൾ, ക്ലബ്ബ് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ 500ഓളം പേർ ഇഫ്താറിൽ പങ്കെടുത്തു. ഡിസ്കവർ ഇസ്ലാം പ്രതിനിധി അൻവർദീൻ റമദാൻ സന്ദേശം നൽകി. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് നടത്തിവരുന്ന സോഷ്യൽ അസിസ്റ്റൻസ് ഡ്രൈവിന്റെ ഭാഗമായി റമദാൻ മാസത്തിൽ മന്ത് ഓഫ് മേഴ്സി എന്ന പേരിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദാർ അൽ ഷിഫ മെഡിക്കൽ സെന്ററുമായി സഹകരിച്ച് ബഹ്റൈനിലെ വിവിധ ഭാഗങ്ങളിൽ താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾക്ക് ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്തു. സായിദ്, അനീഫ് അടക്കമുള്ളവർ നേതൃത്വം നൽകി. മലബാർ ഗോൾഡ് ഗ്രൂപ്പുമായി സഹകരിച്ച് ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറം എല്ലാ വർഷവും നടത്തിവരാറുള്ള തൊഴിലാളികൾക്കുള്ള ഇഫ്താർ വിതരണം ആരംഭിച്ചു. ഡൂബ്ലിയിലെ 2 തൊഴിലാളി ക്യാമ്പുകളിൽ വെച്ചാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഇവിടെയുള്ള അൽ റാഷിദ് ക്യാമ്പിലും ഹലയ്യ ഗ്രൂപ്പ് ക്യാമ്പിലുമായി നടന്ന പരിപാടിയിൽ വൺ ബഹ്റൈൻ പ്രതിനിധി പ്രജിത്ത്, BMBF ജനറൽ സെക്രട്ടറി ബഷീർ അമ്പലായി തുടങ്ങിയവർ പങ്കെടുത്തു.